ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, നാളെ തന്നെ നവീന്റെയും ഗാഥയുടെയും വിവാഹ മുഹൂർത്തം കുറിപ്പിക്കണം. അതാ ഇപ്പോഴത്തെ എന്റെ ആവശ്യം. സുമിത്രേ, തടസ്സങ്ങളില്ലാത്ത ഒരു കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നേ? ആ തിരക്കിന്റെ പേര് ഗാഥയെന്നാണെന്ന് എനിക്കറിയാം. അമ്മ ചുമ്മാതിരുന്ന് മതിയാക്കടാ. മുൻപൊക്കെ വിവാഹക്കാര്യം പറയുമ്പോ പലതും പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറുമായിരുന്നു. ഹോ, എന്തായിരുന്നു? എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന്. അമ്മ എന്നെ കളിയാക്കാൻ വന്നാണോ? ഛേ, അല്ലടാ. ഈ കുടുംബജീവിതേ വലിയ ഭാരമാണെന്നാണ് കുറെ ആൾക്കാരൊക്കെ പറയുന്നേ. പക്ഷേ അതിന് ചില സുഖങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇപ്പൊ നിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണോ സമീപിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിലെ സന്തോഷവും സങ്കടവും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. ഒരു കാര്യം ചെയ്, പെട്ടെന്ന് ഗാഥമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നിന്റെ ആലോചനയും നിൽക്കും, എനിക്കൊരു കൂട്ടുമാവും. ഇപ്പൊ ഞാനല്ലല്ലോ ബലം പിടിക്കുന്നത്. കാരണവന്മാര് പറയുന്നത് എന്തായാലും അതനുസരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഓ, അപ്പോ അച്ഛനും മുത്തശ്ശിയുമാണ് വൈകിപ്പിക്കുന്നത് അല്ലേ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കേ നാളെ തന്നെ വിവാഹ തീയതി അങ്ങ് കുറിപ്പിക്കാം. എന്താ? നാളെ തന്നെ? അതേന്നേ, നീ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ തന്നെ ഈ ഹർജി നമുക്ക് മേൽക്കോടതിയിൽ സമർപ്പിക്കാം. എന്നിട്ടങ്ങ് സമ്മതിപ്പിക്കുകയും ചെയ്യാം. വാടാ, വാ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിന് നീ എന്തിനാ അനുവാദം ചോദിക്കുന്നേ? കുഴപ്പം പിടിച്ച കാര്യങ്ങളൊന്നും നീ ചോദിച്ചു കേട്ടിട്ടുമില്ല. ഇന്നേ വരെ ഒരു കാര്യവും നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളെ രണ്ടുപേരും സമ്മതിച്ചു തന്നേ പറ്റൂ. താനാദ്യം കാര്യം പറയടോ. അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നമ്മുടെ കുടുംബത്തിനകത്തുള്ളത്, അല്ലേ? നീ വന്ന് കയറിയ ദിവസം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഒരുപാട് തവണ നിന്റെ അടുത്ത് വന്ന് കുട്ടിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. അന്നൊക്കെ ഒന്ന് തലയാട്ടും, അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കും, അത്രേ ഉള്ളൂ. കേട്ടോടാ മോനെ, എന്റെ ഓർമ്മയില് സുമിത്ര പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിന്റെ കാര്യത്തിലാ. ഒരു തവണയോ മറ്റോ എന്തോ ഒന്ന് നടക്കാത്തതിന്റെ പേരില് നീ കരഞ്ഞിട്ടുമുണ്ട്, അല്ലേ സുമിത്രേ? അങ്ങനെ ഒരു കാര്യമുണ്ടോ? അതെപ്പോഴാണ് ആഗ്രഹം നടക്കാത്തതിന്റെ പേരിൽ സുമിത്ര കരഞ്ഞ്? അത് നിനക്കറിഞ്ഞൂടാ. ഞങ്ങള് രണ്ടുപേരും കൂടി ഒരു ദിവസം അമ്പലത്തിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങുമ്പോ നവീന് വേണ്ടി ഒരു കളിപ്പാട്ടം വാങ്ങിക്കാൻ ഇവള് നോക്കുമായിരുന്നു. തിരിച്ചു വന്നപ്പോ എന്താ സ്ഥിതി? അതവിടെ ഇല്ല. മോനു വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചിട്ട് നടത്താൻ പറ്റില്ലോ എന്നും പറഞ്ഞ് വഴി നീളെ കരഞ്ഞു ഈ പെണ്ണ്. അമ്മ ഇതൊന്നും മറന്നിട്ടില്ലല്ലേ? ഈ 4 ചുവരിന്റെ ഉള്ളിൽ കിടക്കുന്ന എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ തന്നെയല്ലേ ഓർക്കാനുള്ളൂ. പിന്നെ എങ്ങനെയാ ഞാനതൊക്കെ മറക്കുന്നേ? പക്ഷെ ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ബഹളം വെച്ചേനെ. എനിക്ക് വേണ്ടി തീരുമാനിക്കപ്പെട്ട ഒരു കാര്യം അങ്ങനെ കിട്ടാതെ പറ്റുമോ? ആഹാ, ഞാൻ ഇപ്പൊ കളിപ്പാട്ടക്കടയിൽ പോണോ? അന്ന് ഭാഗിച്ചു തന്നെന്റെ കണക്ക് തീർക്കാൻ. അമ്മേ, നാളെ തന്നെ നവീന്റെയും ഗാഥയുടെയും വിവാഹ മുഹൂർത്തം കുറിപ്പിക്കണം. അതാ ഇപ്പോഴത്തെ എന്റെ ആവശ്യം. സുമിത്രേ, തടസ്സങ്ങളില്ലാത്ത ഒരു കാര്യം എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നേ? അമ്മ ഇത് സമ്മതിക്കണം. എങ്കില് ആയിക്കോട്ടെ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ സിത്താരെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ. ഹലോ, എന്താ സുമിത്ര? സിത്താരെ, ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചേ.
എന്താ? മക്കളുടെ വിവാഹത്തിന്റെ മുഹൂർത്തം നമുക്ക് നാളെ കുറിപ്പിച്ചാലോ? നാളെയോ? ആ അതെ. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോണ്ട. സിത്താരയ്ക്ക് സമ്മതമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ, എങ്കിൽ രാവിലെ സിത്താര ഇവിടം വരെ ഒന്ന് വരാവോ? ഗാതമോളുടെ ജാതകം കൂടി എടുത്തേക്കണം കേട്ടോ. ശരി സുമിത്ര. ഗാതമോളോട് പറഞ്ഞേക്കണേ, ഞാൻ ഇപ്പൊ വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞേക്കാം. ശരി. സിത്താരയ്ക്ക് സമ്മതമാ. സിത്താര മാഡം എന്താ ഉദ്ദേശിച്ചെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കേട്ടത് വെച്ച് നോക്കുമ്പോ എന്തോ കുഴപ്പമുണ്ട് ഗോപാലേട്ടാ. കൃഷ്ണമോളെ എന്തെങ്കിലും കുഴപ്പത്തിൽ കൊണ്ടേ ചാടിക്കോന്ന എന്റെ പേടി. സുനന്ദീച്ച് എന്താ രഹസ്യം പറയുന്നേ? ഇന്ന് വൈകുന്നേരം മുതല് വലിയ ആലോചനയിലായിരുന്നല്ലോ. ഞങ്ങള് പറഞ്ഞോണ്ടിരുന്നത് നിന്റെ കാര്യം തന്നെയാ മോളെ. എന്ത് കാര്യാ? സ്വന്തം മോൾക്ക് പകരം നവീന്റെ താലി കഴുത്തിൽ ഏറ്റുവാങ്ങണമെന്ന് സിത്താര മേഡം പറഞ്ഞില്ലേ? പക്ഷേ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞില്ല. ആ കുട്ടിയുടെ കഴുത്തില് നവീൻ താലി കെട്ടിയാല് എന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചു. പണം വാങ്ങുന്നവര് അതൊന്നും അറിയണ്ടെന്ന് അവര് മറുപടിയും പറഞ്ഞു. അതൊക്കെ ശരി തന്നെ. പക്ഷേ അതിന്റെ പേരില് നിനക്കെന്തെങ്കിലും ദോഷം പറ്റുമോന്ന് അറിയണമല്ലോ. കല്യാണത്തിന്റെയും താലികെട്ടിന്റെയൊക്കെ കാര്യം പറയുമ്പോ സിത്താര മാഡം എന്തോ രഹസ്യം സൂക്ഷിക്കുന്നുണ്ട്. ജാതകപ്രകാരം അവൾക്ക് എന്തോ ദോഷമുണ്ട്. അതുകൊണ്ട് ഗാഥയ്ക്ക് പകരം നിക്കണമെന്നാ എന്നോട് അവരാദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് താലി കെട്ടുന്ന കാര്യവും പറഞ്ഞു. നമ്മുടെ കഷ്ടകാലത്തിന് നമ്മള് പണം വാങ്ങിച്ചും പോയി. ഇനിയിപ്പോ എന്താ? കാരണവന്മാര് പഴഞ്ചൊല്ല് പറയണ പോലെ നായ വേഷം കെട്ടിയ കുറയ്ക്കന്നെ. നമ്മൾ കാശ് വാങ്ങിച്ചു, അത് ഹോസ്പിറ്റലിൽ അടച്ചു. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അത് വാക്ക് മാറ്റലാണ്. പക്ഷേ ഈ ജാതകദോഷം എന്ന് പറയുന്നതേ അതെന്താണെന്ന് നമുക്ക് ചോദിച്ചേ പറ്റൂ. നിന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടെങ്കിലോ? അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയെങ്കില് എന്റെ ജീവൻ അങ്ങ് പൊക്കോട്ടെ. ഒന്നും മിണ്ടാതിരുന്നേ. അങ്ങനെ ഒരാളെ ഇല്ലാതാക്കിയിട്ടാണോ വേറൊരാളുടെ കാര്യം നടത്തുന്നേ? ഗോപാലേട്ടാ, എന്തെങ്കിലും ഒരു വഴി ആലോചിക്ക്. അല്ലാതെ ഒന്നും ചോദിക്കാതെ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ അവരെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് ആ താലികെട്ടൊന്ന് കഴിഞ്ഞാ മതി. അതോടെ ഇറങ്ങാലോ എന്നേക്കുമായിട്ട്. അമ്മ ചിലപ്പോ ഉണരും. ഞാൻ ചെന്ന് അടുത്തിരിക്കട്ടെ. എന്റെ ദേവി, എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണേ.